എമ്മിനെ സംബന്ധിച്ച് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും അധികം നിരാശ നൽകിയ നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നായിരുന്നു പെരിന്തൽമണ്ണ മണ്ഡലം. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ ഇടതുമുന്നണി പരാജയപ്പെട്ടത് നിസ്സാര വോട്ടുകൾക്കായിരുന്നു. മുൻ ലീഗ് ചെയർമാനായിരുന്നു കഴിഞ്ഞ തവണ LDF സ്ഥാനാർത്ഥി. മലപ്പുറം മുനിസിപ്പൽ മുൻ ചെയർമാനും ട്രേഡ് യൂണിയൻ നേതാവുമായ KP മുഹമ്മദ് മുസ്തഫയായിരുന്നു ഇടതിനു വേണ്ടി രംഗത്തിറങ്ങിയത്. 2005-10 കാലത്ത് മുസ്ലിം ലീഗിനെ പ്രതിനിധീകരിച്ച് മലപ്പുറം മുനിസിപ്പാലിറ്റിയിലെ വലിയങ്ങാടി വാർഡ് കൗൺസിലറായും 2010-15 കാലത്ത് മലപ്പുറം മുനിസിപ്പാലിറ്റി ചെയർമാനായും പ്രവർത്തിച്ച ആളായിരുന്നു മുസ്തഫ. കഴിഞ്ഞ അരനൂറ്റാണ്ടിനിടയിൽ ഒറ്റത്തവണയാണ് പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ LDFന് വിജയിക്കാനായത്. ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുക്കപ്പെട്ടത് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളാണെങ്കിലും ശക്തമായ സാന്നിധ്യമാണ് എപ്പോഴും ഇടതുപക്ഷം ഇവിടെ കാഴ്ചവെച്ചത്. 2006 തെരഞ്ഞെടുപ്പിൽ CPMലെ ശശികുമാർ മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടതൊഴിച്ചാൽ ദീർഘകാലം ലീഗിനൊപ്പം നിന്നു. 1957 മണ്ഡല രൂപീകരണത്തിന് ശേഷമുള്ള ആദ്യ 3 തെരഞ്ഞെടുപ്പുകളിൽ CPI-CPM സ്ഥാനാർത്ഥികൾ വിജയിച്ചിരുന്നു. 1957 നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ CPIയുടെ P ഗോവിന്ദൻ നമ്പ്യാരായിരുന്നു വിജയിച്ചത്. 1960 CPIയുടെ തന്നെ EP ഗോലാനും 1967 CPMന്റെ പ്രമുഖ നേതാവ് പാലോളി മുഹമ്മദ് കുട്ടിയും വിജയിച്ചു. പക്ഷേ 1970ഓടെ പെരിന്തൽമണ്ണ ലീഗ് കോട്ടയാവുകയായിരുന്നു. ഏറെ നാളത്തെ ലീഗ് അപ്രമാദിത്വത്തിനു ശേഷം 2006 തെരഞ്ഞെടുപ്പിലാണ് മണ്ഡലം ലീഗ് കൈവിട്ടുപോയത്. പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ലീഗിന്റെ ഭൂരിപക്ഷം കുറയുകയും ചെയ്തു. അതിൽ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷമാണ് കഴിഞ്ഞ തവണ മത്സരിച്ച നജീബ് കാന്തപുരത്തിന് ലഭിച്ചത്, 38 വോട്ട്. പെരിന്തൽമണ്ണയിൽ ശരിക്കും കഴിഞ്ഞ തവണ CPM നടത്തിയത് സർജിക്കൽ സ്ട്രൈക്ക് തന്നെയായിരുന്നു. പഴയ മുസ്ലിം ലീഗ് നേതാവിനെ ഇറക്കി മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിപ്പിക്കാൻ CPMന് കഴിഞ്ഞു. 2014 കോഴിക്കോട്ടെ കൊടുവള്ളിയിലും അങ്ങനെയായിരുന്നു. മുസ്ലിം ലീഗ് യോഗങ്ങളിൽ പങ്കെടുത്ത കാരാട്ട് റസാഖ് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഇടതുപക്ഷ സ്വതന്ത്രനായി പത്രിക കൊടുക്കാൻ പോകുന്നതാണ് കണ്ടത്. ആ തെരഞ്ഞെടുപ്പിൽ ഇടതിന് വിജയം നേടുവാനും കഴിഞ്ഞിരുന്നു. പെരിന്തൽമണ്ണയിൽ 2016 ജയിച്ചത് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി മഞ്ഞളാംകുഴി അലിയായിരുന്നു. എതിരാളി CPMലെ V ശിവകുമാർ. ശക്തമായ പോരാട്ടത്തിനൊടുവിൽ അലിയുടെ ജയം വെറും 500ഓളം വോട്ടുകൾക്ക്. 5 വർഷത്തെ തന്റെ ദൗത്യം ഭംഗിയായി നിർവഹിച്ച അലി കഴിഞ്ഞ തവണ മണ്ഡലം മാറുകയായിരുന്നു. വരുന്ന തെരഞ്ഞെടുപ്പിൽ യുവ നേതാവിനെ പെരിന്തൽമണ്ണയിൽ CPM പരിഗണിക്കുന്നുവെന്നാണ് വിവരം. മണ്ഡലത്തിൽ ലീഗിലുള്ള ഭിന്നതയും തർക്കവുമാണ് CPMന്റെ പ്രതീക്ഷ. മലപ്പുറത്തെ രാഷ്ട്രീയത്തെ സജീവമായി നോക്കിക്കാണുന്ന ഒരു കരുത്തനായ ചെറുപ്പക്കാരനെ മത്സരിപ്പിച്ചാൽ അനായാസം വിജയം നേടുവാൻ കഴിയുമെന്ന് CPM കരുതുന്നു. SFI മുൻ ദേശീയ പ്രസിഡന്റ് VP സാനുവും DYFI സംസ്ഥാന പ്രസിഡന്റ് വസീഫുമാണ് CPMന്റെ സാധ്യതാ പട്ടികയിലുള്ളവർ. നിലവിൽ നജീബ് കാന്തപുരം MLAക്ക് മണ്ഡലത്തിൽ സ്വീകാര്യത ഉണ്ടെന്നതിൽ തർക്കമില്ല. മണ്ഡലത്തിലുടനീളം വിവിധ ജനോപകാര പദ്ധതികൾ MLA നടപ്പാക്കുകയും ചെയ്യുന്നുണ്ട്. MLA എന്ന നിലയിൽ സിവിൽ സർവീസ് അക്കാദമി പോലും നജീബ് കാന്തപുരത്തെ കൂടുതൽ സ്വീകാര്യനാക്കിയെന്നതാണ് വാസ്തവം. അപ്പോഴും ലീഗിലെ അടിയൊഴുക്കുകൾ CPMന് ഊർജ്ജമാണ്. പെരിന്തൽമണ്ണ നഗരസഭയും പെരിന്തൽമണ്ണ താലൂക്കിലെ ആലിപ്പറമ്പ്, ഏലംകുളം, പുലാമന്തോൾ, താഴേക്കോട്, വെട്ടത്തൂർ, മേലാറ്റൂർ എന്നീ ഗ്രാമപഞ്ചായത്തുകളും ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലമാണ് പെരിന്തൽമണ്ണ നിയമസഭാ മണ്ഡലം. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലെയും വോട്ട് നിലയിലാണ് CPMന്റെ പ്രതീക്ഷ. സർക്കാരിന്റെ വിവിധ പ്രവർത്തനങ്ങളുടെ കൂടി വിലയിരുത്തലാകുമ്പോൾ മണ്ഡലത്തിൽ കടന്നു കയറുവാൻ കഴിയുമെന്നാണ് പാർട്ടിയുടെ പ്രതീക്ഷ. മണ്ഡലത്തിൽ ഒട്ടേറെ യുവാക്കളുടെ വോട്ടുകളുണ്ട്. ഈ വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമായി പോൾ ചെയ്യപ്പെടുമെന്നാണ് CPMന്റെ കണക്കുകൂട്ടൽ. ഈ കണക്കുകൂട്ടലുകൾ എത്ര കണ്ട് യാഥാർത്ഥ്യമാകുമെന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്.